ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് ആംഗുലർ മൊമെൻറ്റത്തെക്കുറിച്ചാണ്. ആംഗുലർ മൊമെൻറ്റം രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പാർട്ടിക്കിളുണ്ട്, ഒന്ന് ഓബ്ജക്റ്റുണ്ട്. അപ്പോൾ ആദ്യം പാർട്ടിക്കിൾ. അപ്പോൾ എം മാസ്സുള്ള ഒരു പാർട്ടിക്കിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ആൻ ആക്സിസ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പാർട്ടിക്കിളിൻ്റെ മാസ് എം ആണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എബൌട്ട് ആൻ ആക്സിസ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്, എം വി ആണ്. അതേ സമയത്ത് വി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ്. ആർ എന്ന് പറയുന്നത് റേഡിയസും ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും? എം ഇൻറ്റു വിയുടെ സ്ഥാനത്ത് ആർ ഒമേഗ എന്ന് കൊടുക്കണം. അപ്പോൾ ആർ ഒമേഗ എന്ന് പറയും. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ബൈ ഡെഫിനിഷൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ പ്രകാരം ലീനിയർ മൊമെൻറ്റത്തിന് ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. ആംഗുലർ മൊമെൻറ്റത്തിന് അപ്പോൾ ലീനിയർ മൊമെൻറ്റം ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എം ആർ ഒമേഗയാണ്. അതിനെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം ആർ സ്ക്വയർ ഒമേഗ. ഇതാണ് ആൻസർ. ഒന്നും കൂടി പറയാം. ഒരു പാർട്ടിക്കിൾ, എം മാസ്സുള്ള ഒരു പാർട്ടിക്കിൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെ വെലോസിറ്റി എം വി ആണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. അതായത് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ആ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആ ലീനിയർ മൊമെൻറ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഇൻറ്റു ആർ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എം ആർ ഒമേഗ ഇൻറ്റു ആർ എന്ന് വരും. അപ്പോൾ ആർ ഇൻറ്റു ആർ എം ആർ സ്ക്വയർ ഒമേഗ എന്നായിരിക്കും. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു ഓബ്ജക്റ്റിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. ഓബ്ജക്റ്റിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ആ ഒബ്ജക്റ്റ് ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൂടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെ സിഗ്മ എം എന്ന് പറയാം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആംഗുലർ മൊമെൻറ്റം ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് എഴുതാണ്. ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ സിഗ്മ എം ആർ സ്ക്വയർ ഒമേഗ എന്ന് വരും. നേരത്തെ ഫോർമുലയിൽ സിഗ്മ കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കോൺസ്റ്റൻറ്റ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിയാണ്. ബാക്കി സിഗ്മ എം ആർ സ്ക്വയർ എന്ന് വരും. നമുക്കറിയാം സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഐ ആണ്. സോ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എൽ ആണ്. എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്യാം. ആംഗുലർ മൊമെൻറ്റ് ഓഫ് ഓബ്ജക്റ്റ് ആണ്. എം മാസ് ഉള്ള ഒരു ഓബ്ജക്റ്റാണ്. എം മാസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മാസുകൾ കൂടിയിട്ടാണ് വലിയൊരു മാസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എമ്മിനെ സിഗ്മ എം എന്ന് പറയാം. ആംഗുലർ മൊമെൻറ്റം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എം ആർ സ്ക്വയർ ഒമേഗയാണ്. അപ്പോൾ അതൊരു ഓബ്ജക്റ്റ് ആണെങ്കിൽ സിഗ്മ എം ആർ സ്ക്വയർ ഒമേഗ. ഒമേഗ ബീയിങ് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു കഴിഞ്ഞാൽ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറയും. അതേ സമയത്ത് സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഞാനിവിടെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഒമേഗ ഇൻറ്റു ഐ. സോ ഐ ഒമേഗ എന്ന് വരും. ആംഗുലർ മൊമെൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എൽ. സോ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.